നമുക്കിന്ന് കൂണിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. നമ്മൾ കൂണ് വെച്ചിട്ടുള്ള റൂമിലേക്ക് കയറി ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂണുകളെല്ലാം ചെറുതായിട്ട് മുള വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്റ്റേജ് ഇതാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട്. നമ്മൾ കേസിംഗ് ഒക്കെ ചെയ്തു ഒരു 7-8 ദിവസമൊക്കെ ആയപ്പോഴാണ് നമുക്ക് കുമിളിൻ്റെ ബഞ്ച് വന്ന് തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 ദിവസമായി നമ്മുടെ കൂണിൻ്റെ ചെറിയ മുളകൾ പൊങ്ങി വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വിളവ് ഈ ഒരു ഫസ്റ്റ് ഹാർവെസ്റ്റിൽ നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എനിക്കറിയില്ല, മിൽക്കി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എനിക്കറിയില്ല എന്തോരം കൂണ് ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം. എന്നാലും നമ്മുടെ കേട്ടറിവ് വെച്ചിട്ട് ഏകദേശം ഒരു ബെഡിൽ നിന്ന് 1 കിലോ അതാണ് അവർ പറയുന്നത്. നമ്മൾ സെപ്പറേറ്റായിട്ട് 2 ബെഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒരു ബെഡിൽ കൂണ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും വന്നിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ആ കൂണിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് കേട്ടോ. ചെറുതായിട്ടൊരു വൈറ്റ് കളറൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം ഇതിൽ നിന്ന് കൂൺ കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയൊരു വെള്ളത്തിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ഓറഞ്ച് കളർ വന്നിട്ടുള്ളത് കേട്ടോ, ലൈറ്റ് ഓറഞ്ച് കളറ്. പിന്നെയും നമ്മൾ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ആയിരിക്കും ആളുകൾ ആദ്യം കാണുന്നത്. അപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേസിംഗ് ഒക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യണം. നമ്മുടെ 3 ബെഡുകൾ ഇവിടെ നമുക്ക് കേസിങ്ങിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസിങ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നും കേസിങ് നടന്നിട്ടില്ല കേട്ടോ, ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു 10-22 ദിവസമൊക്കെ ആയി. നമ്മുടെ മിൽക്കിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10-22 ദിവസം ആയെന്ന് വെച്ചോളൂ, എന്നാലും നമ്മൾ കേസിങ്ങിന് ലേറ്റായി കഴിഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് അതായത് ഹാർവെസ്റ്റ് ആവശ്യമായിട്ടുള്ള സമയത്തിന് നമുക്ക് കേസിങ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കേസിങ് ചെയ്ത് ഒരു 7 ദിവസത്തിനകം ചെറിയ മുളകളൊക്കെ വന്നു തുടങ്ങും. അതിനുശേഷം നമുക്ക് ഒരു 7-8 ദിവസത്തിനകം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മിൽക്കിയുടെ ഒരു സ്ഥിരമായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കേസിങ് കണ്ടില്ലേ, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഓവർ വെള്ളമായാലും നമ്മുടെ ബെഡിനകത്ത് ബെഡ് ചീത്തയായിപ്പോവും. നമ്മളെ പ്രാണികളൊക്കെ വന്ന് മുട്ടയിട്ട് ബെഡ് ചീത്തയായിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഓവർ വെള്ളം സ്പ്രേ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു കണക്കുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ ലിമിറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഞാനും ആ ഒരു രീതിക്ക്, അതായത് ഈ വെള്ളത്തിൻ്റെ സ്പ്രേ ഒക്കെ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്ത് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പരീക്ഷണശാല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബെഡുകൾ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുള്ളത്. എത്രത്തോളം സക്സസ് ആവുമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും ഇതുവരെ നമ്മൾ ഓക്കെയാണ്. നമുക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചിട്ടിരുന്ന ഒരു ബെഡിലും കൂണുകൾ വന്ന കേട്ടോ. ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്, അതിലും വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ ഒന്ന് മാത്രം നമുക്ക് സ്റ്റിൽ അങ്ങനെ തുടരുകയാണ് കേട്ടോ, ഒരു അനക്കവും ഇല്ലാതെ അങ്ങനെ തന്നെ ആ ബെഡ് ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് അതിലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്താണ് അതിൻ്റെ അപ്ഡേഷൻസ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ബെഡ് ചീത്തയായിപ്പോൾ എന്താണ് അതിൽ സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 8 ബെഡുകളും വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. എന്താണ് ഇതിലൊക്കെ സംഭവിക്കുന്നതെന്ന് നോക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തിനകം നമുക്ക് ഏകദേശം ഇതിൻ്റെ വളർച്ചയൊക്കെ ആവും, നമുക്ക് ഹാർവെസ്റ്റിന് റെഡി ആവുമെന്നാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആക്കാം അല്ലേ. നമ്മളിപ്പോൾ വളർന്ന് നിൽക്കുന്ന കൂണുകളൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും ഇനി അടുത്തതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അസുഖം വന്ന 2 ആൾക്കാർ സ്റ്റിൽ അതേ പ്ലേസിൽ തന്നെ തുടരുകയാണ് കേട്ടോ. ഇവരെ നമുക്ക് ട്രീറ്റ് ചെയ്യണം, ഇത് ഒന്ന് പരിശോധിച്ചൊക്കെ നോക്കണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയം വേണം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ അവിടെ തന്നെ വച്ചേക്കുകയാണ്. നമുക്ക് നോക്കാം എന്താവും ഇതിൻ്റെ സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടോ.